ജീവിതം സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെ ചെയ്തിട്ടും ഒരു ബലമില്ല. എന്തൊക്കെ എഫോർട്ട് ഇട്ടിട്ടും എന്തൊക്കെ പരിശ്രമിച്ചിട്ടും ഒരു റിസൾട്ടും കിട്ടുന്നില്ല. ജീവിതം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മുമ്പോട്ട് പോകുന്നില്ല, ഒരു പ്രോഗ്രസ്സുമില്ല. ഇന്നലെ എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് ഞാൻ. ഒരാഴ്ച മുമ്പ് എവിടെയായിരുന്നു, ഒരു മാസം മുമ്പ് എവിടെയായിരുന്നു, ഒരു വർഷം മുമ്പ് എവിടെയായിരുന്നു, അങ്ങനെ തന്നെയാണ് ഞാനിന്നും. ഞാൻ പല കാര്യങ്ങളും പരിശ്രമിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റമുണ്ടാകുന്നില്ല. ദിസ് ഈസ് എ വെരി ഹാർഡ് ഫേസ് ഓഫ് ലൈഫ്. കടന്നു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടമാണിത്. നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങും. നമ്മുടെ കഴിവുകളെ നമ്മൾ ഡൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് പതുക്കെ പതുക്കെ ഒലിച്ചു പോകുന്നത് നമ്മൾ കാണും. നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും, നമ്മളെ ജഡ്ജ് ചെയ്യും. ദിസ് ഈസ് വെരി ഹാർഡ്. ഇതൊരു ടഫ് ടൈമാണ് നമ്മുടെ ജീവിതത്തിലെ. പക്ഷേ ദിസ് ഈസ് ദ പോയിന്റ് വെർ യു ഷുഡ് ഷോ ദ കറേജ് ടു ബി പേഷ്യൻറ്റ്. കാത്തിരിക്കാൻ, ക്ഷമയോടെ പരിശ്രമിക്കാനുള്ള ഒരു വെല്ലുവിളി. ഇതൊരു വലിയ മല പോലെ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. മറുവശം കാണണമെങ്കിൽ നമ്മൾ പതിയെ അതിൻ്റെ മുകളറ്റം വരെ കയറിയേ പറ്റൂ. ഇതൊരു വലിയ രാത്രി പോലെയാണ്. പിറ്റേ ദിവസം സൂര്യനെ കാണുന്നതിന് നമ്മൾ കാത്തിരിക്കുന്ന ഒരു രാത്രി പോലെ. പക്ഷേ ഇത്രയും നിരാശ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ, ഇത്രയും നമ്മളെ പിന്നോട്ട് വലിക്കാൻ, ഇത്രയും ഡിസ്കറേജിങ് ആക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടോ? ക്യാൻ ഐ സീ ദ ബിഗ് പിക്ചർ ആൻഡ് കീപ് മൈ എഫോർട്സ് അപ്പ്? ശരിയാണ്, നമുക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടാവും. അവിടെയും ഇവിടെയും എല്ലാം നമ്മൾ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടാകും. നമ്മൾ ഇടയ്ക്ക് തളർന്നു പോകുന്നുണ്ടാവും. വി വിൽ ഗെറ്റ് ടയേർഡ്. ഇതെല്ലാം ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗം മാത്രമാണ്. ഒരിക്കലും നമ്മൾ ഗീവ് അപ്പ് ചെയ്യരുത്. നമ്മൾ പറയരുത്, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തു, എൻ്റെ മാക്സിമം ഞാൻ ചെയ്തു, ദിസ് ഈസ് ഇറ്റ്, ഐ ആം ഡൺ. അങ്ങനെ നമ്മൾ പറയരുത്. വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നുണ്ട്, സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫാറ്റൽ, ഇറ്റ് ഈസ് എ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. ആ ഒരു ധൈര്യം എനിക്കുണ്ടോ? ആ ഒരു പേഷ്യൻസ് എനിക്കുണ്ടോ? ഇതിലെല്ലാം പിടിച്ചു നിൽക്കാൻ, ഇതിലൂടെയെല്ലാം മുമ്പോട്ട് പോകാനുള്ള ഒരു പേഷ്യൻസ് എനിക്കുണ്ടോ? ശരിയാണ്, ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആകാം, ഒരു ബ്രേക്ക് എടുക്കാം. പക്ഷേ തിരിച്ചു വരണം. ബ്രേക്ക് എടുക്കുക, ചിന്തിക്കുക, എവിടെയാണ് ഞാൻ മാറ്റേണ്ടത്, മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കിയിട്ട് വീണ്ടും തിരിച്ചു വരണം. യു ഗോട്ട് ദിസ്, ഡോണ്ട് ഗീവ് അപ്പ് യെറ്റ്. ഇതാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന്. ലൈഫ് ഈസ് ഓൾ അബൌട്ട് ലേണിംഗ്. ആൻഡ് ഈ ലേണിംഗ് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മുടെ തെറ്റുകളിൽ നിന്ന്, നമ്മുടെ ഫെയിൽഡ് അറ്റംപ്റ്റുകളിൽ നിന്ന്. അതെ, അത്രയും നമ്മളെ പിന്നോട്ട് വലിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ, ആ സ്ട്രഗിളുകൾ, അതാണ് നമ്മളെ വളർത്തുന്നത്. അവിടെയാണ് ഗ്രോത്ത് ഇരിക്കുന്നത്. ആ യാത്രയാണ് നമ്മൾ സ്നേഹിച്ചു തുടങ്ങേണ്ടത്. നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ മാത്രമാണ് എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ അവിടെ തന്നെ ഇരുന്നാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും നമ്മളെ തേടി വരുന്നില്ല. അതുകൊണ്ട് എത്ര മടുത്താലും വി ഹാവ് ടു ബി പേഷ്യൻറ്റ്, വി ഹാവ് ടു ട്രൈ അഗെയിൻ. വീണ്ടും നമ്മൾ എഴുന്നേൽക്കണം, വീണ്ടും നമ്മൾ പരിശ്രമിക്കണം. കീപ് ഓൺ പുട്ടിങ് ദാറ്റ് എഫേർട്ട്. ഡോണ്ട് ഗിവ് അപ്പ് ദ മൈൻഡ് സെറ്റ് ടു മൂവ് ഫോർവേഡ്. പേഷ്യൻസ് അറ്റ് ഇറ്റ്സ് പീക്ക്, അതാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. നെവർ സ്റ്റോപ്പ് ബിലീവിങ് ഇൻ ourselves, നെവർ ജഡ്ജ് ourselves. സ്മോൾ ഫെയിലിയേഴ്സ്, സ്മോൾ സെറ്റ് ബാക്സ്, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം ഉണ്ടായാലും നമ്മൾ മുമ്പോട്ട് തന്നെ പോകണം. ബിലീവ് യു ക്യാൻ, and you are halfway there. They don't lose well.